30,000 രൂപയ്ക്കകത്തൊരു ഫോൺ മേടിക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പം ഫോൺ മേടിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഒരു ലോഡ് ഫോണാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത്. സോ അതിനൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ഫോൺസ് എടുക്കുന്നതായിരിക്കും ബുദ്ധി. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന 4 ഫോൺസിൽ ഏത് വേണോ മേടിച്ചോളൂ. കാരണം അത്യാവശ്യം നല്ല ഫോൺസാണ്. പിന്നെ യൂസ് നോക്കി മാത്രം ഫോൺസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ക്യാമറ പെർഫോമൻസ് ആയിരിക്കും വേണ്ടത്, എന്നാൽ മേടിക്കുന്നത് പെർഫോമൻസ് ഉള്ള ഫോൺ ആയിരിക്കും. സോ അങ്ങനെയൊക്കെ മേടിക്കുമ്പം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫോണിൽ നിന്ന് കിട്ടണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ യൂസിനനുസരിച്ച് ഫോൺ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 4 ഫോൺസാണ് ഇപ്പോൾ മേടിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടഡ് റേറ്റ് കിട്ടുന്ന അടിപൊളി ഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഫോണാണ് മോട്ടറോളയുടെ എഡ്ജ് 60 Pro. സോ എഡ്ജ് 60 Pro എന്ന് പറയുന്നത് എഡ്ജ് 50 Pro വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു ഫോണാണ്. കാരണം നേരത്തെ നോക്കുകയാണെങ്കിൽ എഡ്ജ് 50 Pro വന്നിട്ട് നമുക്ക് മെറ്റൽ ഫ്രെയിം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ചിപ്സെറ്റ് പവർഫുൾ അല്ലായിരുന്നു. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒരു ആവറേജ് ആയിരുന്നു. അതുപോലെ ബാക്കി സ്പെസിഫിക്കേഷൻ ഒന്നും വാവ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിന്റെ ക്യാമറ പെർഫോമൻസ് നല്ലതായിരുന്നു. അതുപോലെ തന്നെയാണ് മോട്ടറോള എഡ്ജ് 50 Proയിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഇപ്പോഴും കേൾക്കുന്നത് അവരുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ലാഗ് ഉള്ള ഒരു പരിപാടിയാണ്. സോ ആ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ മോട്ടറോള എഡ്ജ് 60 Proയിൽ വന്നപ്പോൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഓവറോൾ നല്ലതാണ്. മാത്രമല്ല ആ ഒരു ക്യാമറയിലുള്ള ലാഗും മോട്ടറോള മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മോട്ടറോള എഡ്ജ് 60 Proന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നെ ഒരു 10 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സൽ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്യാമറയിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഒരു POLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5K റെസൊല്യൂഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 6000 mAh ബാറ്ററിയും 90 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിംഗും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Dimensity 8350 ആണ് ഇതിൽ എടുത്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഈ ഒരു ചിപ്സെറ്റ് ഓഫർ ചെയ്യും. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ 8GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്ന മോഡലിന്റെ പ്രൈസ് ആണ് 29,999. സോ ആ ഒരു പ്രൈസിന് നമുക്ക് UFS 4.0 സ്റ്റോറേജ് ആണ്. നേരത്തെയുള്ള എഡ്ജ് 50 Proന് ഇതൊരു കംപ്ലൈന്റ് ആയിരുന്നു. കാരണം അതിൽ UFS 2.2 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം മോട്ടറോള അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഞാൻ പറയാണ്, ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കല്ലേ. കാരണം മോട്ടറോളയുടെ അപ്ഡേറ്റ് പോളിസി എന്ന് പറയുന്നത് വളരെ മോശമാണ്. പതുക്കെ മാത്രമേ അപ്ഡേറ്റുകൾ പുഷ് ചെയ്യാറുള്ളൂ. അതും ക്യാമറ ലാഗ് ഇപ്പോഴും എഡ്ജ് 50 സീരീസ് യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ആ ഫോൺസിലൊന്നും അത്ര നല്ല ചിപ്സെറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മോട്ടറോളയ്ക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഈ ഒരു ഫോണിൽ ആ ഒരു ഇഷ്യൂ എന്തായാലും ഇല്ല. ഇനി വരത്തില്ല എന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം മോട്ടറോളയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വളരെ സ്ലോ ആണ്. അതും ബഗ്ഗുകളൊന്നും അത്ര പെട്ടെന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല മോട്ടറോള എന്ന് പറയുന്നത്. പിന്നെ മോട്ടറോള ഫോൺസ് യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. കാരണം ഈ ഫോൺ മേടിക്കാൻ പോകുന്നവർക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണാണ് iQന്റെ Neo 10R. Neo 10Rന്റെ 128GB ഉണ്ട്, 256GB ഉണ്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസിന് 256 തന്നെ നിങ്ങൾ മേടിക്കണം. പിന്നെ 256GB എടുത്താൽ മാത്രമേ നമുക്ക് UFS 4.0 സ്റ്റോറേജ് കിട്ടത്തുള്ളൂ. സോ ആ ഒരു സ്റ്റോറേജ് ടൈപ്പിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 256 തന്നെ എടുക്കുക എന്നുള്ളതാണ്. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡും, പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാപിക്സലും ആണ്. 6.78 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 1.5K റെസൊല്യൂഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6400 mAh ഒരു ഭീകര ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതും 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. ഈ ഒരു 8S Gen 3യും 7+ Gen 3 ഒക്കെ സെയിം ആണ്. സോ ഇതേ ചിപ്സെറ്റ് ബേസ് ചെയ്ത് ഒരുപാട് ഫോൺ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഫോൺസിന്റെ ഒക്കെ പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. കാരണം ചിപ്സെറ്റ് വലിയ ഹീറ്റിങ്ങോ അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും, ത്രോട്ടലിംഗ് ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചിപ്പ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്നത്. സോ ഇതിന്റെ 8GB RAM 256GB പ്രൈസ് വരുന്നത് 28,999 ആണ്. സോ ആ ഒരു പ്രൈസിന് നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ തന്നെയാണ് iQ Neo 10R. പിന്നെയാണ് ഈ ഇടയ്ക്ക് കണ്ടതിൽ ഏറ്റവും അടിപൊളി ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽമിയിലെ GT6 ഉണ്ട്, GT60 ഉണ്ട്. 60 നോക്കുകയാണെങ്കിൽ 25,000 റുപ്പീസിനകത്ത് വരുന്ന ഒരു ഫോണാണ്. എന്നാൽ റിയൽമി GT6 നോക്കുകയാണെങ്കിൽ 40,000 റുപ്പീസിന് ഇറങ്ങിയ ഒരു ഫോണാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു 30,000 റുപ്പീസിന് മേടിക്കാൻ പറ്റും. ആ ഒരു പ്രൈസിന് നല്ല ചിപ്സെറ്റ്, നല്ല ബാറ്ററി എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആണ് റിയൽമി GT6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ പ്രൈമറി, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡും, പിന്നെ ഒരു 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാപിക്സലാണ്. പിന്നെ 6.78 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതൊരു LTPO പാനലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് LTPO പാനൽ ഓഫർ ചെയ്യുന്ന കുറച്ച് ഫോൺസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ഫോണിൽ LTPO ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലോണം ബാറ്ററി സേവ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ 2025 സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി അല്പം കുറവായിട്ട് ഫീൽ ചെയ്യും. 5500 mAh ബാറ്ററിയാണ്. 1
120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. കാരണം 5500 ഒട്ടും മോശമായിട്ടുള്ള ഒരു ബാറ്ററി അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഫോൺസ് നോക്കുകയാണെങ്കിൽ 6000-7000 mAh ബാറ്ററി ഒക്കെയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ റിയൽമി എന്നെ പുതിയൊരു ഫോൺ കൊണ്ടുവരുന്നുണ്ട്. റിയൽമി GT7 സീരീസ് ആവാനാണ് ചാൻസ് ഉള്ളത്. സോ അതിൽ നോക്കുകയാണെങ്കിൽ 10,000 mAh ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 5500 mAh മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഒട്ടും തന്നെ മോശമല്ല. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ IQ കണ്ട സെയിം ചിപ്സെറ്റ് ആണ്, സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് നല്ലതാണ് ഈ ഒരു ഫോണിന്റെ. പിന്നെ ഇതിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള 8GB RAM 256GB പ്രൈസ് ആണ് 29,999. സോ ഈ ഒരു പ്രൈസിന് നല്ലൊരു വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തു. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഫോൺ ആണ് വിവോന്റെ T3 Ultra. സോ T3 Proന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ സെയിം പ്രോബ്ലം നമ്മുടെ T3 Ultraയ്ക്ക് ഉണ്ട്. T3 Ultra നോക്കുകയാണെങ്കിൽ നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഈ ഒരു പ്രൈസിന് ബാക്കിയുള്ള എല്ലാ ഫോണിനെയും കാട്ടും പെർഫോമൻസ് കൂടിയൊരു ചിപ്സെറ്റ് ആണ്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റിന് ഒരു മേജർ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സ് ഒന്നും ഈ ഒരു ഫോണിലോട്ട് നോക്കണ്ട. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ ചിപ്സെറ്റ് അത്രമാത്രം സുപ്പീരിയർ അല്ല ഒപ്റ്റിമൈസേഷനിൽ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഹീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ. നോർമൽ യൂസ് ആണ് അല്ലെങ്കിൽ ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു ഇഷ്യൂസും വരത്തില്ല. സോ ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.78 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് ആംബുലൻഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് 5500 mAh ബാറ്ററിയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബാറ്ററി അല്പം കുറവായിട്ട് ഫീൽ ചെയ്യും. കാരണം 6000-7000 ആ റേഞ്ചിലുള്ള ബാറ്ററീസ് ആണ് ഇപ്പൊ ഇറങ്ങുന്ന ഫോൺസിലൊക്കെ കാണുന്നത്. സോ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഒരു 7-8 മാസമായിട്ടുണ്ട് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ട്. സോ അതുകൊണ്ടാണ് ബാറ്ററി 5500 കാണുന്നത്. ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്ത ഫോൺ ആണെങ്കിൽ നമുക്ക് മിനിമം 6000 mAh എങ്കിലും ഈ ഒരു ഫോണിൽ വന്നത്. ആൻഡ് 80 വാട്ട്സിന്റെ വയർഡ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Dimensity 9200 പ്ലസ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB RAM 256GB പ്രൈസ് ആണ് 29,999. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ-ഇയർ മോണിറ്റേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.